സിഹി, നീ ഇങ്ങനെ വാശി പിടിക്കില്ല എന്നോട്. നല്ല കുട്ടിയല്ലേ നീ. ആ കാണിക്ക്, വേഗം വേഗം. എനിക്ക് ഹെലികോപ്റ്ററിൽ പോണം. ബർത്ത്ഡേ എന്റെ അല്ലേ, അപ്പൊ ഞാനല്ലേ ഹെലികോപ്റ്ററിൽ പോകേണ്ടത്. എനിക്കും ആഗ്രഹം ഉണ്ടെന്ന് ബോധം വേണ്ടേ? മോളെ, ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് സത്യത്തിൽ അത്ര വലിയ സംഭവമേ അല്ല. നമ്മൾ ഓട്ടോയിൽ പോവില്ലേ, അതുപോലൊക്കെ തന്നെയാ. ഫുൾ സൗണ്ട് വരുമായിരുന്നു. എനിക്ക് തലകർക്കൊക്കെ വന്നറിയോ. അപ്പോഴേ ഞാൻ തീരുമാനിച്ചു, ഇനി എന്തായാലും ഞാൻ ഒരിക്കലും ഹെലികോപ്റ്റർ കയറില്ലെന്ന്. അതെയോ? ഓട്ടോ പോലെയാ? ഓട്ടോ പറക്കുവോ? അതിന് വാലുണ്ടോ? പട്ടപ്പട്ട അടിക്കുന്ന പങ്കയുണ്ടോ? ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഹെലികോപ്റ്ററിൽ പോയേ പറ്റൂ. ദൈവമേ, നമ്മൾ ഹെലികോപ്റ്ററിൽ എങ്ങോട്ട് പോവാനാ? എനിക്ക് വീട്ടിൽ നിന്ന് കയറി സ്കൂളിൽ ചെന്ന് ഇറങ്ങിയാ മതി. എന്റെ കൂട്ടുകാരെ കാണിക്കാനാ. അത് സൂപ്പർ അല്ലേ? അക്ഷത പുതിയ പെൻസിൽ വാങ്ങിയപ്പോ എന്നെ കളിയാക്കിയതാ. ഞാൻ ഹെലികോപ്റ്ററിൽ പോയി അവളെ കളിയാക്കും. നോക്കിക്കോ. ആരെയും കളിയാക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ഒരിക്കലും ചെയ്യരുത് മോളെ. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം. നമ്മുടെ കയ്യിലുണ്ട് ചപ്പാത്തി, കിഴങ്ങറി, കടല. സിഹി, മൈസൂർ പാലസിൽ പോണോന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓർമ്മയുണ്ടോ? നമുക്ക് രണ്ടാൾ കൂടി അവിടെ പോവാം. മൈസൂർ പാലസ് പറക്കുവോ? പറക്കുവോ? എന്നോടിനി മിണ്ടണ്ട സീതമ്മ. അയ്യോ രാമ, ഇവളെ എന്തു പറഞ്ഞങ്ങ് സമാധാനിപ്പിക്ക. രാമ, ഹെലികോപ്റ്റർ താ രാമ എന്ന് പ്രാർത്ഥിക്കേ. അപ്പൊ എല്ലാം ശരിയാവും. ശരി, ആയിക്കോട്ടെ. രാമ, ഒരു ഹെലികോപ്റ്റർ തരണേ. നടക്ക്. എങ്ങോട്ട്? നീ എവിടെന്ന് ഹെലികോപ്റ്ററിൽ കേറിയോ അങ്ങോട്ട്. ഞാനേ ഓഫീസ് ജോലിക്കല്ലേ പോയത്. അതെന്താ നിന്റെ പൊട്ടത്തലേ കേറാത്തത്? നിനക്കാ. എന്നാൽ നീ എന്നെ നിന്റെ ഓഫീസിൽ കൊണ്ടുപോ. സിഹി, സീതമ്മ പാവല്ലേ? സീതമ്മ, സിഹിയും പാവല്ലേ? പ്ലീസ് സിഹി, വേഗം ഭക്ഷണം കഴിക്ക്. എനിക്ക് ഇഞ്ചക്ഷനും കിട്ടിയില്ല. എന്നെ വേദനിപ്പിക്കുന്നതല്ലേ നിന്റെ സന്തോഷം? ശരി, അങ്ങനെ തന്നെ നടക്കട്ടെ. സന്തോഷമോ? അത് വെക്കുന്നത് എന്റെ ദേഹത്തല്ലേ. പക്ഷെ വേദനിക്കുന്നത് എനിക്കല്ലേ മോളെ. പോരാഞ്ഞിട്ട് നിന്റെ വാശി വേറെ. ശരി, വിഷമിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ കേക്കൂ. ഗുഡ് ഗേൾ. എന്നാലേ എന്നെ ഓഫീസിൽ കൊണ്ടുപോ. അല്ലെങ്കിൽ ഞാൻ ഇതും സമ്മതിക്കില്ല. സിഹി, 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 പ്ലീസ് നിൽക്ക്. നിൽക്കൂ. ഒരു ലേറ്റ് ആവുന്നു. ഇത്രയും നേരമായിട്ട് കഴിഞ്ഞില്ലേ? നോക്കമ്മേ, അവള് വെറുതെ വാശി പിടിക്കുന്ന കണ്ടില്ലേ? അവൾക്ക് ഹെലികോപ്റ്ററിൽ കയറണം, ഓഫീസിൽ വരണം, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കില്ലെന്ന്. സിഹിക്കൂട്ടാ, വാ ഇവിടെ നിക്ക്. ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിലേ ഹെലികോപ്റ്ററൊക്കെ ഞാൻ ഉണ്ടാക്കി തരാന്ന്. എന്റെ സർവീസിലെ എത്ര മെഷീനുകളും മോട്ടറുകളും ഒക്കെ നന്നാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? ഇതൊക്കെ ഒരു വിഷയാണോ? സീതമ്മ ഏത് ഹെലികോപ്റ്ററിൽ പോയോ അതേ ഹെലികോപ്റ്ററിൽ തന്നെ എനിക്കും പോണം. ഞാൻ എന്തായാലും ഓഫീസിൽ പോകും. ആദ്യം മോള് ഭക്ഷണം കഴിക്കട്ടോ. അപ്പോഴല്ലേ അമ്മയ്ക്ക് ലേറ്റ് ആകാതെ എത്താൻ പറ്റുള്ളൂ. ഞാൻ ആക്കി തരാന്ന് നിന്നെ പോരെ? ഇല്ല, എനിക്ക് ഓഫീസിൽ പോണം. ഇപ്പൊ തന്നെ പോണം. ഞാൻ സീതമ്മയുടെ ഓഫീസിൽ പോവാൻ പോണേ. ഞാൻ സീതമ്മയുടെ സീത, ഓഫീസിൽ പോവാൻ നീ പോണേ. ഓഫീസിലേക്ക് ചെല്ല്. ഞാൻ അവളെ നോക്കിക്കോളാം. ഇല്ല അമ്മേ, അവളുടെ വാശി നിങ്ങൾക്കറിയില്ലേ. ശരി, വാ, നീ ഭക്ഷണം കഴിക്ക്. ഞാൻ തന്നെ നിന്നെ ഓഫീസിൽ കൊണ്ടുപോയിക്കോളാം. ഞാൻ സീതമ്മയുടെ ഓഫീസിൽ പോവാണ്. അശോക്, വാ, ഇന്ന് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം. ഹേയ് റാം, ഗുഡ് മോർണിംഗ്. പോയി ഭക്ഷണം കഴിക്കേ. എനിക്ക് കുറച്ച് അർജന്റ് വർക്ക് ഉണ്ട്, പോയിട്ട് വരാം. ബൈ. ചെറിയ ആ ബൗൾ നിങ്ങൾ പാസ് ചെയ്യാവോ? മേമ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഡോണ്ട് വറി. വീട്ടുകാരുടെ കൂടെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ഐ എം റിയലി ലക്കി. എന്താ മാം ഇന്ന് കഴിക്കാൻ? വീട്ടുകാരുടെ കൂടെയൊക്കെ ഇരുന്നിങ്ങനെ ഭക്ഷണം കഴിക്കാൻ, അതും നിങ്ങൾ എല്ലാവരുടെ കൂടെ ഇരുന്നിങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഭയങ്കര ഭാഗ്യം ചെയ്തവനാ. ഐ എം റിയലി ലക്കി.
അപ്പു, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? അതാ ഞാൻ നിന്നെ മുകളിലൊക്കെ നോക്കിയിട്ട് കാണാഞ്ഞത്. വാ വാ വാ, കഴിക്കാലോ. മുത്തശ്ശൻ മുത്തശ്ശനൊക്കെ പിന്നെ വന്നോളും ചെക്ക. നീ ഇരിക്കെ. ഇവിടുത്തെ കാര്യം നിനക്ക് അറിയില്ല. ഓരോരുത്തരും ഓരോ സമയത്താ. ആ കാണിക്ക. നീ വന്നത് ഈ വീടിന്റെ നല്ല ഐശ്വര്യമായടാ. ഇന്നുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഓക്കെ? ഓക്കെ. സന്തോഷായി. ഇന്നെനിക്ക് എന്റെ മോന്റെ കൂടെ കഴിക്കാനുള്ള ഭാഗ്യമുണ്ട്. ഇരുന്നേക്കാം. ഇപ്പൊ കണ്ടല്ലോ, ഇവൻ ചോദിച്ചുകൊണ്ടിരിക്കായിരുന്നു മുത്തശ്ശൻ എവിടെയെന്ന്. ഒരു കാര്യം അറിയോ? നീ വന്നതുകൊണ്ടാ മുത്തശ്ശൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിലുണ്ടല്ലോ ഫുഡ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നേന്. നീ എന്താ ഇങ്ങനെ നിക്കുന്നേ? ഇത് പിടിച്ച് എവിടെ വന്നിരിക്കേ? എന്റെ അച്ഛൻ എന്തറിഞ്ഞിട്ടാ പറയുന്നത്? അവൻ ഇവനേക്കാൾ പെർഫെക്ഷനിസ്റ്റാ. അവനൊക്കെ നേരത്തെ കഴിച്ചു കാണും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ലേ അശോക്? ഷുവറാണോ? ഷുവറാടാ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്. അതിനെന്താന്നേ, ജ്യൂസെങ്കിലും കുടിക്കേ. അശോക്, ഞാൻ മറന്നു, നിനക്ക് ഓഫീസിൽ നിന്ന് ഒരു കോൾ ഉണ്ടായിരുന്നു. അതെന്താന്ന് പോയി നോക്ക്. അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും കഴിച്ചിട്ട് വന്നോളൂ. ശരി. നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒപ്പിടാം അല്ലേ? നിങ്ങൾ എങ്ങനെയെങ്കിലും മറക്കും അത്. അങ്ങനെ ആവരുതേ. ശരിയാക്കാം ശരിയാക്കാം. ഇനി നീ പറ, ഇന്ന് ഞങ്ങളുടെ മാനേജർ വരില്ലാന്ന്. എന്നാൽ എന്നെ ഒരു റൗണ്ടും കൂടെ ഓടിച്ചാ ഉറപ്പായിട്ടും പറയോ? ഓക്കെ. ഇവിടെ പറയുന്നതൊക്കെ അച്ചിട്ടതാ. വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. പ്ലീസ് ചക്കരെ, ഇന്ന് ഞങ്ങളുടെ മാനേജർ വരില്ലാന്ന് ഒരു പ്രാവശ്യം പറ പ്ലീസ്. പ്രിയ, മാനേജർ കണ്ട നല്ല ചേലാവും. കാണാതിരിക്കാനല്ലേ വരം ചോദിക്കുന്നേ? മിണ്ടാതിരിക്കും. നീ പറ മുത്തേ. സിഹി, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ട് സീതമ്മേ. ഓഹോഹോഹോ, അപ്പൊ എല്ലാം പറഞ്ഞു പഠിപ്പിച്ചോണ്ടാണല്ലേ നിന്റെ അമ്മ കൊണ്ടുവന്നേ? സിഹി, ഇനി നീ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചാ ഇനി ഒരിക്കലും ഞാൻ നിന്നെ ഓഫീസിലേക്ക് കൊണ്ടുവരില്ല. പറഞ്ഞേക്കാം. ഞാൻ സൈലന്റ് ആയിട്ട് ഇരിക്കുവല്ലേ സീതമ്മേ? ഈ പ്രിയ കുറുമ്പ് കാണിക്കുന്നത്. ഞാനാണ് കുറുമ്പത്തി. ഇതെന്താ, ചന്തയാണോ? വന്നല്ലോ കുരങ്ങൻ. വരാതിരിക്കാൻ വരം ചോദിച്ചതല്ലേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഹു ആർ യു? സർ, ഇതെന്റെ... My name is Sihi. S-I-H-I. S capital. My mother name is Sida. I am studying in LKG A section. ഇന്ന് ഞങ്ങൾ ഹെലികോപ്റ്ററിൽ പറന്നു പോവുമല്ലോ. സൈലന്റ് ആയിരിക്കണം എപ്പോഴും. കുരുത്തക്കേട് കാണിക്കരുത്. ഗുഡ്. അങ്കിൾ, who are you? നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. ആരടാ അത്? ആരാണത്? Who is that idiot? എന്റെ പേര് ചരൺ .D. അങ്കിൾ, അങ്കിളുടെ തല കാലിയാണല്ലോ. സിഹി, തലേ മുടിയില്ലെന്നേ ഉള്ളൂ. ഇന്നലെ ഓഫീസിൽ നിന്ന് വന്ന ഫയൽസാ. ദാ നോക്ക്. ദാ പിടിക്ക്.
എന്താ പിടിക്കേ? ഏയ് ഞാനോ? IIM ടോപ്പർ, ഗോൾഡ് മെഡലിസ്റ്റ് ഇൻ ഫിനാൻസ്, നീ തന്നെ. ഏയ് നീ അവനിട്ട് വയ്ക്കാണോ അത് എനിക്കിട്ട് വയ്ക്കാണോ? ഒറ്റ വെടിക്ക് പക്ഷികളെ രണ്ടാ സൂരി, ഗോൾഡ് മെഡലിസ്റ്റ് എന്നും പറഞ്ഞ എന്നെ, എന്റെ പേരും പറഞ്ഞ് നിന്നെ. എന്താടാ? എന്തായാലും മേമ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നില്ല, പിന്നെന്തിനാ ഞാൻ? റാം, ഇത് നോക്ക്, ഇതിലെന്തോ പ്രശ്നമുണ്ടടാ. ഇറ്റ്സ് എ ഫ്ലാറ്റ് എമൗണ്ട്. പേപ്പറുകൾക്കിടയിൽ കാഷ്വലായിട്ട് വെച്ചാൽ മതി. ആസിഫ് വേറെ പേപ്പറിൽ ഒപ്പിടുകയാണെങ്കിൽ ആ ഒപ്പ് ഇതിലും പതിയും. ഇത് അയച്ചവരുടെ ഉദ്ദേശം എന്തായാലും ചെക്ക് ചെയ്യണം. ഇത് ഭാർഗവിയമ്മ വഴി വന്നതാ, മേമയ്ക്ക് അറിയാതിരിക്കില്ല. ഒന്ന് പോയി ചോദിച്ചാ പോരെ? ഇരുന്നടാ അവിടെ. നീ വന്നിട്ട് അവക്കൊരു റെസ്റ്റ് കൊടുക്കാന്ന് വെച്ചപ്പോ പിന്നെ ഇതൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് അവക്ക് കൂടുതൽ ജോലി ഭാരം ഉണ്ടാക്കി വെക്കുകയാണോ നീ? ഭാർഗവി മേമയുടെ കണ്ണുവെട്ടിച്ചാണ് ഇതൊക്കെ നടന്നതെങ്കിൽ അവരെയും കൂടി ഇതൊക്കെ അറിയിക്കണ്ടേ? അവളുടെ അറിവോടെ വന്നതാണെങ്കിലും അല്ലെങ്കിലും ആ ചതി എങ്ങനെയാണെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. അത് കണ്ടെത്താനുള്ള ബാധ്യത നിങ്ങളുടേത് മാത്രം. ആരാണെന്ന് നോക്കണ്ട, വെറുതെ വിടാൻ പറ്റില്ല. സൂരി, ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, വലിയൊരു മീനിനെ പിടിക്കണമെങ്കിൽ ചെറിയ ചൂണ്ടലും കൊണ്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല, അതിനെ പിടിക്കാൻ കഴിയില്ല. കറക്റ്റ്, തീർച്ചയായും ഞാനത് കണ്ടെത്താം. പക്ഷെ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. അതെന്താന്ന് പറയടാ. നമ്മുടെ ഓഫീസിൽ ഒരു നോർമൽ എംപ്ലോയി ആയിട്ട് കയറി അത് ആരാണെന്ന് നമുക്ക് കണ്ടെത്തണം. അതെന്തെങ്കിലും ആവട്ടെ, ഈ അടുത്തല്ലേ MD മാറും എന്നുള്ള കാര്യം ഞാൻ അനൗൺസ് ചെയ്തത്. ആ ഒഴിഞ്ഞ കസേരയിലിരിക്കാൻ ആള് വേണ്ടേ? ഏയ്, അപ്പൂപ്പനും കൊച്ചുമോനും കൂടി ചേർന്ന് എന്നെ ചുരുളിയിൽ പെടുത്തുവാണോ? ഈ കളിക്ക് ഞാനില്ല. അശോക, ഇത് നിന്റെ കമ്പനിയാ, നിന്റെ കടമയും. എന്താ മുത്തശ്ശ? പെർഫെക്റ്റ്. അത്രയല്ലേ ഉള്ളൂ? അപ്പൂപ്പനും കൊച്ചുമോനും കൂടി പറയാൻ ബാക്കിയൊന്നുമില്ലല്ലോ. ഇത്രയും മാത്രം മതിയോ നിനക്ക്? ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. വെയിറ്റ് ആൻഡ് സീ. അയ്യോ ദൈവമേ, ഇവര് കാര്യമായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. ഇതെങ്ങനെ ശരിയാവും? ചേച്ചിയോട് പറയണം. ശ്വേത, റാമിന് കാരറ്റ് ഹൽവ നല്ല ഇഷ്ടം, അതുകൂടി മെനുവിൽ ചേർത്തേക്കണം. ഓക്കെ മാഡം. ചേച്ചി 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 ചേച്ചി, നിങ്ങൾ ഇങ്ങനെ അടുക്കളയിൽ അവൻ ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കൊണ്ട് നിന്നോ. അവൻ ഭക്ഷണം കഴിക്കാൻ കാണില്ല, ഓഫീസിൽ പോവാൻ നോക്കുക. ഓഫീസ്, ഫയൽസ്, ഇപ്പൊ തന്നെ ജോലി തുടങ്ങണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ. എന്താ നീ അത് മുഴുവൻ കേട്ടില്ലേ? അയ്യോ, അതിന് പറ്റിയില്ല, അതാ ഓടി വന്നേ. ഒന്നുകൂടെ കേട്ട് മനസ്സിലാക്ക്. ശരി ചേച്ചി. സൂരി, നിങ്ങൾ രണ്ടുപേരും കൂടി തമാശ കളിക്കുവാണോ? നോക്ക്, ഗോൾഡ് മെഡൽ കിട്ടുന്നത് വേറെ, ഓഫീസ് നോക്കി നടത്തുന്നത് വേറെ. ഇതൊന്നും എന്നെ കൊണ്ടാവില്ല. എന്താ? നിന്റെ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു, ഇന്നു മുതൽ ഞാൻ പറയുന്നതെല്ലാം നീ ചെയ്യും. സെൽഫിഷാണ് സൂരി, നീ സെൽഫിഷ്. എടാ നോക്കിയേ, ഈ ഒരു പ്രായത്തിൽ ഈ വക ജോലിയൊക്കെ മുത്തശ്ശൻ ചെയ്യാനോ? മനസാക്ഷി ഇല്ലേ നിനക്ക്? വേണ്ട മുത്തശ്ശൻ, ഞാൻ സംസാരിക്കാം അവനോട്. നീ തന്നെ ഇത് ചെയ്യ്. നമ്മുടെ മുത്തശ്ശൻ പാവല്ലേ, പിടിച്ചേ. പോകെ പോകെ നിങ്ങൾ രണ്ടാളും ഓവർ ആവുന്നുണ്ട്. എന്താ മോളെ ഇവിടെ പരിപാടി? അത് എന്റെ കാതിലിടുന്ന ലോലാക്ക് ഇവിടെ എവിടെയോ. എന്താന്ന്? അത് ചെവിയിലിടുന്ന സാധനം ഇല്ലേ, അത്. ഓ, കമ്മല്. അത് തന്നെ, അത് ഇവിടെ എവിടെയോ വീണുപോയി.
അതെ, ഇവിടെ വെളിച്ചം കുറവാ മോളെ, ബുദ്ധിമുട്ടാ. ഹാളിൽ പോയി തപ്പിക്കാം മോളെ. ശരി അച്ഛാ. അച്ഛൻ എന്നെ കളിയാക്കിയതല്ലോ അല്ലേ? പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. ശരി അച്ഛാ. ചേച്ചി അത് ഒന്ന് പോ, എന്റെ അടുത്ത് നിൽക്കാതെ പോവാൻ. ഞാൻ കരുതി ഇവളുടെ തലയ്ക്കകത്ത് കുറച്ചെങ്കിലും ആൾതാമസം ഉണ്ടാവുമെന്ന്. ഇവൾക്ക് തല പോലുമില്ല, മൂന്തബുദ്ധി. അച്ഛാ, എന്താ മോളെ? എന്റെ അച്ഛാ, ഇവൻ വന്നിട്ട് 2 ദിവസം പോലും ആയില്ല, അപ്പോഴത്തേക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോവാണോ അവനെ? യെസ് മേമ, മുത്തശ്ശന്റെ ഓർഡർ അല്ലേ? അച്ഛാ, ഇന്നലെയല്ലേ വന്നത്, ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോരെ അച്ഛാ? അതൊന്നും പ്രശ്നമല്ല മോളെ, കാറിൽ കയറി റിലാക്സ് ആയിട്ട് പോകാലോ. ചുമ്മാ ഓഫീസൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് വന്നോളും. ഞാൻ പറഞ്ഞത് അതല്ല അച്ഛാ. അച്ഛൻ 1 മിനിറ്റ് വന്നേ. അയ്യോ എന്റെ അച്ഛ, ഇന്ന് അവനെ കാണാനായിട്ട് പെണ്ണിന്റെ വീട്ടുകാർ വരുന്നുണ്ട്. അവനോട് പറഞ്ഞ അവൻ മുങ്ങുന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ ആരെ അറിയിക്കാതെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെ അറേഞ്ച് ചെയ്തത്. അച്ഛൻ അവനിപ്പോ ഓഫീസിലേക്ക് കൊണ്ടുപോയാൽ എങ്ങനെയാ? ഈ കാര്യമൊന്നും എനിക്കറിയില്ല മോളെ. മുത്തശ്ശ, മേമ, നിങ്ങളുടെ മീറ്റിംഗ് എന്തായാലും നടക്കട്ടെ. ഞാൻ ഓഫീസിലെത്താൻ ലേറ്റ് ആവും, പോയിട്ട് വരാം. അല്ല റാം, അത് റാം രാമ, അത് മുത്തശ്ശൻ ഇപ്പൊ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞാനും അശോകും എല്ലാം നോക്കിക്കൊള്ളാം. അശോക്, നീ വാ. റാം, അച്ഛ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞവരെ മുടക്കം നോക്കാതെങ്കിൽ എല്ലാം കൊള്ളാവും. എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റിയ നമുക്ക്? അവൻ പോയിട്ട് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഗുഡ് മോർണിംഗ് മാഡം. ബാഡ് മോർണിംഗ് ഫോർ യു. എന്താ മാഡം? ഹേ, ഞാൻ പറഞ്ഞത് ഒരു പണിയല്ലേ, അതുപോലും തനിക്ക് മര്യാദയ്ക്ക് ചെയ്യാനാവില്ല. ഏതെങ്കിലും ഒരു ഓർഡിനറി എംപ്ലോയിയുടെ കയ്യിൽ ഫയൽ കൊടുത്തയക്കാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. എന്നിട്ട് നീ ചെയ്തത് എന്താ? അല്ല മാഡം, അത് ഞാന് ഇന്ന് മുതൽ നിങ്ങളുടെ ഓഫീസിലേക്ക് ഇവിടുത്തെ മകനായിരിക്കും വരാൻ പോകുന്നത്. മുത്തച്ഛന്റെ പുന്നാര മോന. ഓ ഓക്കെ മാഡം, ഓക്കെ മാഡം. ട്രീറ്റ് ഹിം വെൽ. ഇനി അങ്ങോട്ട് ഓഫീസ് കാര്യങ്ങളെല്ലാം അവനായിരിക്കും നോക്കുന്നത്. ബി കെയർഫുൾ. ഓക്കെ മാഡം, നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണം, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇതുവരെയായിട്ടും ആളെ കണ്ടിട്ടേ ഇല്ല. വി ആർ സോ ഗ്ലാഡ് ടു ഹാവ് ഹിം ഹിയർ. നോക്ക്, ഓവറാക്കി ചളമാക്കാൻ നിൽക്കണ്ട. ഓക്കെ മാഡം, ഞാൻ എപ്പോഴും ഒരു ഡീസൻസി പിടിച്ചോളാം. ഇനിയിപ്പോ നീ എന്ത് ചെയ്താൽ എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. നിന്റെ ഭാഗ്യക്കേടിന് അവൻ എന്തെങ്കിലും സംശയം തോന്നിയാ നിന്റെ ജോലി പോവുന്നുള്ളത് ഗ്യാരണ്ടിയാ. ഇല്ല മാഡം, ഞാൻ നോക്കിക്കോളാം. ഓ, ദേശായി സാറിന്റെ മകൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അയാൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടി അയാളെ ഇംപ്രസ് ചെയ്തേ മതിയാകൂ. ഗണേശ, ഗണേശ സാർ, കിടന്ന് കാറണ്ടടാ മാങ്ങാത്തലയാ. എന്തെങ്കിലും വേണമായിരുന്നോ സാറേ? പോയിട്ട് ചാടി കയറി സംസാരിക്കാതെ കേക്ക്. പോയിട്ട് വലിയൊരു ബൊക്ക വാങ്ങിട്ട് വാ. വലിയ ബൊക്ക വേണ്ട, കാണുമ്പോ നല്ല ഭംഗിയുള്ള ബൊക്ക. ലേക്ക് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. ഓക്കെ സാർ. Hey, 1 second. വെൽക്കം ബോസ്. പ്ലീസ്. എന്നൊന്ന് കളിയാക്കാനാണെങ്കിൽ നിനക്ക് വേറെ എന്തൊക്കെ വഴികളുണ്ട്? വെയിറ്റ് എ സെക്കൻഡ്. സൂര്യപ്രകാശ് ദേശായിയുടെ ചക്കര ചെറുമകൻ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കുറച്ച് സ്റ്റൈലൊക്കെ ആവാം. ജസ്റ്റ് വെയിറ്റ്. എന്താണ് മോനെ, എന്റെ മേലൊക്കെ ഒരുമാതിരിയോ? തിരിഞ്ഞേ. ഗുഡ് ബോയ്. ഇനി കാര്യങ്ങളൊക്കെ തിരിച്ചാ. നീ ബോസ്, ഞാൻ ഹംബിൾ സെക്രട്ടറി. അതായത് നീ ബോസ്, ഞാൻ നിന്റെ സെക്രട്ടറി. പെർഫെക്റ്റ്. നീ കോമൺ എംപ്ലോയി ആവുന്നത് ഓക്കെ, അതിന് ഞാൻ ബോസ് ആകണോ?
ഈ ബോസ് പൊസിഷനിൽ നിന്ന് ഞാൻ ഇപ്പൊ തന്നെ രാജിവെക്കുന്നു. ഏയ് കാല് ഞാൻ വിട്ടും രാജ്യമൊന്നും ഇവിടെ എടുക്കില്ല. ഞാൻ നീയും ഫ്രണ്ട്സ് മാത്രമാണ്. അവനവന്റെ സ്ഥാനത്തിരിക്കുന്നതാണ് നല്ലത്. വേണ്ട മോനെ പ്ലീസ്. ശരി വാ. സീത, ഇവൻ എന്തുകൊണ്ട് മറ്റവനായിക്കൂടാ? എന്റെ ശതകോടീശ്വര രാജകുമാരൻ ഇപ്പൊ വരാൻ പോകുന്ന ബോസ് ആണെങ്കിലോ? ബിഗ് ബോസിന്റെ മരുമകൻ ഫോറിനിന്ന് വന്നതാന്നാ പറഞ്ഞേ. എടി, അവൻ സിംഗിൾ ആണെന്ന്. അവൻ എല്ലായിടത്തും പോകുന്നതൊക്കെ ഹെലികോപ്റ്ററിലും പ്രൈവറ്റ് ജെറ്റിലും ആണെന്നൊക്കെയാ പറയുന്നേ. എന്ത് ഹെലികോപ്റ്ററോ? അവന് കിട്ടിയാലേ രാജയോഗ. സിഹി, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? പോയി 1 to 100 എഴുത്. പോ വേഗം. അയാളെ കുറിച്ച് കൂടുതലായിട്ട് ആർക്കും ഒന്നും അറിയില്ല. ചിലപ്പോ ആ കൊരങ്ങൻ അയാളെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ഞാൻ അയാളോടൊന്ന് ചോദിച്ചിട്ട് വരാം. മാഡം, മാഡം, മാഡത്തിന് മാനേജർ വിളിക്കുന്നുണ്ട്. ഇവിടെ ആർക്കും ഒന്നിനെ കുറിച്ച് ഒരു എക്സൈറ്റ്മെന്റും ഇല്ല. നിനക്കാണെങ്കിൽ എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത കാര്യങ്ങളും ഇല്ല. എന്തൊരു വിധിയാ. എന്തിനാണെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല മാഡം, മാഡത്തിന് വിളിക്കാൻ പറഞ്ഞു. സിഹി, കുറുമ്പൊന്നും കാണിക്കരുത്. ഞാൻ പോയിട്ട് വരുന്നവരെ അടങ്ങിയിരിക്കണം. ഞാൻ വേഗം വരാം. പ്രിയ, ഒന്ന് നോക്കിക്കോണേ. അമ്മ എന്തിനാ പേടിച്ചു പോകുന്നത്? എന്തെങ്കിലും പണിഷ്മെന്റ് കിട്ടുവോ? നിന്റെ അമ്മ ഓഫീസിലെ ബെസ്റ്റ് എംപ്ലോയിയാ. അവൾക്ക് ആരും പണിഷ്മെന്റ് കൊടുക്കില്ല. ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. സിംഹാസനത്തിൽ രാമന് പകരം ഇരിക്കുന്നയാൾ രാജാവാകില്ല. സൂര്യയും നീയും ഇല്ലായിരുന്നെങ്കിൽ ഈ അശോക് എന്ന് പറയുന്ന ആളില്ല. അനാഥൻ അനന്തെന്ന് മകനെ പോലെയാ നോക്കിയത്. അർഹിക്കുന്നതിനേക്കാൾ നല്ല ജീവിതം എനിക്ക് കിട്ടി. തമാശയാണെങ്കിൽ പോലും ഞാൻ ബോസ് പൊസിഷനിൽ ഇരിക്കുന്നത് തെറ്റാണടാ. വേണ്ട. നീ എന്താ പറയുന്നത്? ഇതൊക്കെ തമാശയാണെന്ന് നിന്റെ വിചാരം? കൊന്നുകളെ നിന്നെ ഞാൻ. അനാഥനാണ് പോലും. ഇനി ഒരു വട്ടം കൂടി ആ വാക്ക് നീ ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ, നീ ഭരതനല്ല, ലക്ഷ്മണനാ.